പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ ഈ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന സമൂഹത്തിൽ വൻ കാര്യങ്ങൾ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വൻ കാര്യങ്ങൾ സംഭവിക്കും. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ വൻ കാര്യങ്ങൾ സംഭവിക്കും. അത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണ്. ഇതാ കണ്ണമാലി കൺവെൻഷൻ നടന്നപ്പോൾ അവിടെ ഒരു കുടുംബത്തിലെ ഒരു പ്രതികൂലത്തിൽ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സമയത്ത് ആ കുടുംബം യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഒരു ശുശ്രൂഷ സ്വീകരിച്ചപ്പോൾ സ്വർഗം എങ്ങനെ ആ കുടുംബത്തോട് ഇടപെട്ടുവെന്ന് വെളിപ്പെടുത്തുന്നു. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് സിമി സേവർ, കൊച്ചിയിൽ കണ്ണമാലിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. കൊച്ചി കണ്ണമാലിയിൽ നിന്ന്. എൻ്റെ ഇളയ മകൻ അഖിൽ 10 വയസ്സ് മുതൽ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഇറങ്ങിപ്പോകുമായിരുന്നു. 8 വർഷത്തോളം ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഈ സമയങ്ങളിൽ ആദ്യം അടുത്ത വീടുകളിലൊക്കെയാണ് ഇറങ്ങിപ്പോയിരുന്നത്. അടുത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. മുതിർന്നു വന്നപ്പോൾ പാലത്തിൻ്റെ മുകളിലൊക്കെ പോയി നിന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും വിളിക്കും, മമ്മി ഞാൻ ചാടാൻ പോണേണ്, എനിക്ക് കാര്യങ്ങൾ സാധിച്ചു തരുമോ എന്ന് ചോദിക്കും. കടലിൽ പോകും. അങ്ങനെ പല സൂയിസൈഡ് അറ്റംപ്റ്റുകളും ചെയ്തുകൊണ്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. ഒന്നും ചെയ്തില്ല, എന്നാലും ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്നെ വിളിച്ചിരുന്നത്. പലപ്പോഴും ഇങ്ങനെ തെരുവുകളിൽ നടക്കുമ്പോൾ പോലീസുകളൊക്കെ ഓടിച്ചിട്ടിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അവരെന്നെ വിളിക്കും, ഞാൻ കാര്യം പറയും. അങ്ങനെ വിടുമായിരുന്നു കൊച്ചിനെ. ഇങ്ങനെ 8 വർഷം കഴിഞ്ഞ് കണ്ണമാലിയിൽ 2 വർഷത്തിന് മുമ്പ് അഭിഷേകാഗ്നി നടന്ന 2-ാം ദിവസം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊച്ചിനെ ഞാൻ തലക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നേ വരയ്ക്കും ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടേ ഇല്ല. എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. നല്ലപോലെ അറിയില്ല. അതിനുശേഷം ഞാൻ ഈ കൊച്ചിനെ ITയുടെ ക്ലാസ്സിൽ കൊണ്ടാക്കുകയും നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവുകയും ഈ കഴിഞ്ഞ മാസം ആരാധനയിൽ വന്ന് 2 മക്കൾക്കും ജോലി ലഭിക്കണമെന്ന് ഞാനിവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി
അഖിൽ മോന് നേവിയിൽ പമ്പ് ഓപ്പറേറ്ററായി താൽക്കാലികമായി ജോലി ലഭിച്ചു. മൂത്ത മോന് 3 ലക്ഷം രൂപയോളം മുടക്കി പഠിച്ചു നിൽക്കുകയായിരുന്നു. അമേരിക്കൻ കമ്പനിയിലേക്ക് ജനുവരി 13 ജോയിൻ ചെയ്യാൻ ഷിപ്പിലേക്ക് വിളിക്കുകയും ചെയ്തു. ഈശോയ്ക്കായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ കുട്ടിയുടെ ആ ഒരു അന്ധകാര പീഡ വിട്ടുപോയത് വലിയ അത്ഭുതമല്ലേ അല്ലേ? ആ കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു? ഇപ്പൊ 21. 18 വയസ്സ് വരെ പോയി. 10 വയസ്സ് തുടങ്ങി 18 വയസ്സ്. 10 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെ ഇവനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ എന്നിട്ട് പാലത്തിൻ്റെ മുകളിലൊക്കെ ചെന്നിട്ട്, ഹലോ മോട്ടോർ സൈക്കിൾ വാങ്ങുമോ ഇല്ലയോ, ഞാൻ ചാടാൻ പോവാ. അമ്മ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വിളിക്കുക, അമ്മ എന്നെ കൊണ്ട് കാര്യം നടത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് ആ 2-ാം ദിവസം തലയ്ക്ക് പിടിച്ചൊരു കുരിശ് വരച്ച് അവിടെ നിന്ന് പിന്നെ ഇന്ന് വരെ ആ ബുദ്ധിമുട്ട് അലട്ടിയിട്ടില്ലേ? 2 വർഷമായിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. ഇന്ന് അവർക്ക് നല്ല കുട്ടിയായി. മാത്രമല്ല അവനൊരു ജോലിയും കിട്ടി. 21 വയസ്സിൽ അവന് പമ്പ് ഓരോരോ ജോലി അങ്ങോട്ട് കൊടുത്തത്. മറ്റേ ആൾക്കും നല്ല ജോലി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതിന് അമ്മ എന്താ ചെയ്തത്? കഴിഞ്ഞ മാസം ഇവിടെ വന്ന് ആരാധനയ്ക്ക് കൂടി അല്ലേ? ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വരികയല്ലേ? ആദ്യമായിട്ട് കൊച്ചിയിൽ നിന്ന് ആദ്യമായിട്ട് അട്ടപ്പാടി മല കയറിയിട്ട് കർത്താവിനോട് പറഞ്ഞതേ, കർത്താവിൻ്റെ മലയിലേക്ക് വന്നിരിക്കുകയാണ്, 2 കാര്യമുണ്ട്, എനിക്കത് നടത്തി തരണം എന്ന് പറഞ്ഞു. മലയിൽ ചെന്നിട്ട് ഈ ഭാരമുള്ള തല കുരിശോട് മുട്ടിച്ചു വെച്ചു. കുരിശ് ഇടിച്ച് പ്രാർത്ഥിച്ചില്ല, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കുരിശിൽ തല മുട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഇത് നടത്തി തരണം എന്ന് പറഞ്ഞു. അതായത് കുരിശിനെ കൊണ്ട് ശരിക്കും പിടിച്ച് തല അങ്ങോട്ട് കുരിശോട് ചേർത്ത് വെച്ചങ്ങ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോ അപ്പം തന്നെ അതങ്ങോട്ട് സ്വീകരിച്ചു. അപ്പം ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയും ഹൃദയത്തിൻ്റെ വിശ്വാസമാണ് പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. കൈ ഉയർത്തി നല്ല എല്ലാവരും കൈ ഉയർത്തണം. അങ്ങനെ ഉഴപ്പലൊന്നും ഇവിടെ പാടില്ല, അത് അനുവദിച്ചിട്ടില്ല. അഞ്ഞ് കൈയടിച്ച് കർത്താവ് കരം തുറക്കും, എല്ലാരും തൃപ്തരാകും. തൻവചനം സേവിച്ചിടുമ്പോ ഉയർത്തിടും അവൻ നാമത്തിൽ. സർവവിധ തിന്മകളും തകർത്തിടും അവൻ ശക്തിയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മളെ തന്നെ എളിമപ്പെടുത്താം. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത്, യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് സ്വർഗം വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെയോ അല്ലെങ്കിൽ സഹശുശ്രൂഷകരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും യോഗ്യത കൊണ്ടല്ല, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 2 കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. കുടുംബങ്ങളിൽ രോഗികളായുള്ളവരെ ഇപ്പോൾ പ്രത്യേകം സമർപ്പിക്കുക. രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ രോഗികളുടെ മേൽ കൈകൾ വെക്കാം. ഓരോ അന്ധകാര പീഡകളിരിക്കുന്നവരെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ അവരെ പേര് പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. വലിയ അത്ഭുത ശക്തി പിതാവേ ഇപ്പോൾ വർഷിക്കണമേ. കുടുംബങ്ങളെ രക്ഷിക്കണമേ. തകർന്ന കുടുംബങ്ങളെ രക്ഷിക്കണമേ. വേദനിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കണമേ. തകർന്ന ഓരോ ആത്മാക്കളെ രക്ഷിക്കണമേ. തഴക്കദോഷങ്ങൾ മാറട്ടെ, ദുശീലങ്ങൾ മാറട്ടെ, നിരാശ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ. എല്ലാ അന്ധകാരത്തിന്റെ അധിപതികൾ നീങ്ങട്ടെ. വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ. കുടുംബ വഴക്കുകൾ മാറട്ടെ. കലഹങ്ങൾ നീങ്ങട്ടെ. സംശയ രോഗങ്ങൾ വിട്ടുമാറട്ടെ. തീരാവ്യാധികൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന,
ആരാധന ആരാധന യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ ഉണർവിന്റെ ആത്മാവേ നിറയണമേ വിശുദ്ധിയുടെ ആത്മാവേ നിറയണമേ വിശ്വാസത്തിന്റെ ആത്മാവേ നിറയണമേ പ്രാർത്ഥനയുടെ ആത്മാവേ നിറയണമേ സ്നേഹത്തിന്റെ ആത്മാവേ നിറയണമേ ക്ഷമയുടെ ആത്മാവേ നിറയണമേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന കുട്ടികളെ അനുഗ്രഹിക്കുന്ന കർത്താവേ യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കുന്ന കർത്താവേ രോഗികളെ അനുഗ്രഹിക്കുന്ന കർത്താവേ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ ദേശാന്തരങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ തകർന്ന ആത്മാക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ അന്ധകാര പീഡകൾ വിട്ടുമാറി പോട്ടെ ഗ്ലോറി ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന പ്രൈസ് ദി ലോർഡ് Praise the Lord. ഹല്ലേലൂയ Hallelujah. അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാം അധ്യായം 17-ാം തിരുലിഖിതം. ഇതെന്തുകൊണ്ട് ഇത് സമീപകാലത്തെ ചില സംഭവങ്ങൾ കാണുമ്പോൾ അനേകരുടെ ഹൃദയങ്ങളിലുള്ള ഒരു വേദനയാണ്. പ്രത്യേകിച്ച് തിരുസഭയിലെ ഓരോരോ സംഭവ വികാസങ്ങൾ, ഓരോരോ ചാനൽ ചർച്ചകൾ, ഓരോരോ തരത്തിലുള്ള ആളുകളുടെ ഓരോരോ തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഓരോ സംഭവങ്ങൾ, ഓരോരോ നീക്കങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ആളുകളുടെ മനസ്സിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക, ഇതെന്തിനു വേണ്ടിയാണ്, ഇതെന്താ, ഇതെങ്ങോട്ടാ, ഇങ്ങനെ പല ചോദ്യങ്ങൾ സാധാരണ ആളുകളുടെ മനസ്സിൽ രൂപപ്പെടുന്നതും അവർ അച്ഛനോട് പങ്കുവെച്ചതും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഒത്തിരി പേരുടെ സാധാരണ ആളുടെ മനസ്സിൽ ഇതൊക്കെ എന്തുകൊണ്ട്, ഇതൊക്കെ എന്തിനു വേണ്ടി, ഇതൊക്കെ എന്താ, ഇനി എങ്ങോട്ടാ, ഇതൊക്കെ എങ്ങനെ അവസാനിക്കും, ഇതൊക്കെ വളരെ അവസാനം സഭയ്ക്കെല്ലാം നാശം വരുമോ, സഭ നശിച്ചു പോകുമോ, ഇങ്ങനെയൊക്കെ ഒരു സാധാരണ നാട്ടുപുറത്തുള്ള ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ വേദനയും സങ്കടവും. ഒരുപാട് ആളുകൾക്ക് ദൈവകൃപയാൽ ബലവും അഭിഷേകവും ശക്തി കർത്താവ് കൊടുത്തു. എന്നാൽ ചിലരെങ്കിലും മനസ്സിൽ ഇങ്ങനെ ആത്മപതർച്ച അനുഭവപ്പെടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രഭാഷകൻ 39:17 ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി, അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. ചരിത്രത്തിൽ സംഭവിക്കുന്ന ഓരോ മൂമെൻറ്റ്സ്, ഒരു ചെറിയ അനക്കം പോലും അതിൻ്റെയും പരമാധികാരി സർവശക്തനായ ദൈവം തന്നെ. ഹല്ലേലൂയ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതെങ്കിലച്ഛന് പരിശുദ്ധാത്മാവ് നൽകിയ ചില ഉൾക്കാഴ്ചകൾ എന്നെ വളരെയധികം സ്പർശിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതേ സഹോദരങ്ങളെ, അച്ഛൻ പറഞ്ഞ ആ കാര്യം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹത്തിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി വളരെ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുലിഖിതം ഉൽപ്പത്തി 12:1 കർത്താവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. കർത്താവ് അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലോട്ട് പോവുക, അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കി മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവം പറഞ്ഞ സ്ഥലത്ത് നിന്ന് അബ്രാഹാം പുറപ്പെട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ ഇങ്ങനെ കാണും, അബ്രാഹാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തോട് പുറപ്പെടാൻ പറഞ്ഞത് ദൈവം, എവിടെ ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞത് ദൈവം. അപ്പോ ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാഹാം പുറപ്പെട്ട് ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രാഹാം നിൽക്കുകയാണ്. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതപ്പെടുത്തുന്ന തിരുവചന ഭാഗമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുലിഖിതമാണ്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ അപ്പോൾ വലിയ ഒരു ക്ഷാമമുണ്ടായി. അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദൈവം പറഞ്ഞു, അബ്രാഹാം പുറപ്പെട്ടു, ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു, ദൈവം പറഞ്ഞ വഴിയിലൂടെ പോയി, ദൈവം പറഞ്ഞെടുത്ത് പോയി താമസിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ക്ഷാമം ഉണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം പറഞ്ഞ വഴികളിലൂടെയും ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ക്ഷാമങ്ങൾ ദൈവം തന്നെ അനുവദിച്ചു തരും. അതാണ് ബഹുമാനപ്പെട്ട വട്ടാലിച്ചൻ പറഞ്ഞത്, ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ സാധിക്കുകയില്ല. ഇതിന് പറയുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അബ്രാഹാം എന്താണ് ചെയ്തത്? അബ്രാഹാം അവിടെ നിന്ന് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ക്ഷാമം ഉണ്ടായത്? എന്തുകൊണ്ടാണ് അനുവദിക്കപ്പെട്ടത്? അബ്രാഹത്തിന് വളരെ വ്യക്തമായ ചില ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുസഭയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട വട്ടാഴ്ച സൂചിപ്പിച്ചതുപോലെയുള്ള പല പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടി ഇത് അനുവദിക്കപ്പെടുന്നു? ഇതിലൂടെ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ സംഭവിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാനിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെയുള്ള പല സംഭവങ്ങളിലൂടെ മനുഷ്യനെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ 26, 27 തിരുലിഖിതങ്ങളിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള വെളിപ്പെടുത്തലുണ്ട്. അവിടെ കാണുന്ന ഇങ്ങനെയാണ്: ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവനെന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ്. മനുഷ്യന് വിഭിന്ന കാലങ്ങൾ, വിഭിന്ന വാസഭൂമികൾ, വിഭിന്ന ദേശങ്ങൾ, വിഭിന്ന അവസ്ഥകൾ നിശ്ചയിച്ചു കൊടുത്തു. ചിലപ്പോൾ ഒരു ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലം, ചിലപ്പോൾ ഒരു ഉയർച്ചയുടെ കാലഘട്ടം, ചിലപ്പോൾ ഒരു താഴ്ചയുടെ കാലഘട്ടം, ചിലപ്പോൾ വലിയ വിജയത്തിൻ്റെ കാലഘട്ടം, ചിലപ്പോൾ ഒരു പരാജയത്തിൻ്റെ കാലഘട്ടം, ചിലപ്പോൾ ഒരു സഹനത്തിൻ്റെ കാലഘട്ടം, ചിലപ്പോൾ ഒരു ഞെരുക്കത്തിൻ്റെ കാലഘട്ടം. ഇങ്ങനെ പല അവസ്ഥകളിലൂടെയും വിഭിന്ന കാലങ്ങളിലൂടെയും ദൈവം മനുഷ്യനെ കടത്തി വിടുന്നത് പോലെ തന്നെ തിരുസഭയെയും കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, ദൈവത്തിന്റെ സ്വരം വെളിപ്പെടും, ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടും. ഒരുപാട് ദൈവത്തിന്റെ പദ്ധതിയുടെ അനന്ത പദ്ധതിയുടെ ഭാഗമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിൽ എന്താണ് ദൈവം സഭയോട് സംസാരിക്കുന്നത്? എന്താണ് ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോട് സംസാരിക്കുന്നത്? ദൈവവചനത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിശുദ്ധന്മാർ ഈ മേഖലകളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മുടെ മനസ്സ് പോകേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഓരോ പ്രതിസന്ധികളും, ഓരോ പരാജയങ്ങളും, ഓരോ ഞെരുക്കങ്ങളും തിരുസഭയിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഇടവകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും കടന്നുകൊണ്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്ത്രപ്രജ്ഞരായിട്ട് നിൽക്കരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഓരോ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കണം. ദൈവം എന്താണ് പറയുന്നത്? ദൈവം എന്താണ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്? എന്താണ് അടുത്ത് വെളിപ്പെടാനിരിക്കുന്നത്? ദൈവത്തിൻ്റെ മഹത്വം അതാണ് സ്വീകരിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സഭ ഏതൊരു കാലഘട്ടത്തിലെ പ്രതിസന്ധികളിലൂടെ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു പടി കൂടി ആത്മധൈര്യമാണ് ലഭിച്ചത്, ഒരു പടി കൂടെ മനോധൈര്യമാണ് ലഭിച്ചത്, ഒരു പടി കൂടെ കൃപയുടെ അഭിഷേകമാണ് ലഭിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്തുമാത്രം പ്രതിസന്ധികൾ സഭയിലുണ്ടായി, എന്തുമാത്രം കാര്യങ്ങളുണ്ടായി. അന്നൊക്കെ ചങ്ക് പറഞ്ഞ് ഉപവാസവും പ്രാർത്ഥനയും അതുപോലെയുള്ള പ്രാർത്ഥന ഉയർന്നു കഴിഞ്ഞപ്പോൾ ഓരോ ആത്മധൈര്യത്തിൽ കൃപയും നിറഞ്ഞ് വീണ്ടും വിശ്വാസത്തിന്റെ നെടും തൂണുകളായിട്ട് രൂപാന്തരപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളും ഒരുപാട് തരത്തിലുള്ള ഈ ചാനൽ ചർച്ചകളും വിശ്വാസത്തിനെതിരെയുള്ള ഒരുപാട് മീറ്റിങ്ങുകളും ജാഥകളും ഇതെല്ലാം കാണുമ്പോൾ വട്ടാലിച്ചൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ചോദ്യം വരും: ഇത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് എങ്ങോട്ടെത്തും, എന്താവും? അങ്ങനെ നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഹെബ്രായ ലേഖനത്തിൽ മറ്റൊരു പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുലിഖിതം, അവിടെ വചനങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളെന്ന് എത്രമാത്രം സഹിച്ചുവെന്ന് ചിന്തിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവാണ് സഭ. യേശുക്രിസ്തു എത്രമാത്രം സഹിച്ചോ അതുപോലെ തന്നെ സഭയും സഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനോധൈര്യം നഷ്ടപ്പെട്ടു പോകരുത്. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ അതിൻ്റെ 29-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്: മനുഷ്യന് ദൈവത്തെ പ്രാപിക്കാനും ദൈവത്തേനുമായി കൂടിച്ചേരാനുമുള്ള വലിയൊരു ദാഹം മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ അതിനകത്ത് നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. ലോകത്തിൽ ഒരുപാട് തരത്തിലുള്ള അനർത്ഥങ്ങളും ഒരുപാട് തരത്തിലുള്ള ദുരന്തങ്ങളും ഒരുപാട് തരത്തിലുള്ള തിന്മകളും സംഭവിക്കുമ്പോൾ മനുഷ്യൻ ചിലപ്പോൾ ചിന്തിക്കും, ഇത് എന്തുകൊണ്ട്? അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ദൈവം ഇങ്ങനെയൊക്കെ നടക്കുമോ? അങ്ങനത്തെ ചിന്ത മനസ്സിലേക്ക് വന്നു കയറാൻ സാധ്യതയുണ്ട്. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധനത്തെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പല തരത്തിലുള്ള ദുർമാതൃകളും പ്രശ്നങ്ങളും കാണുമ്പോൾ മനുഷ്യൻ പതുക്കെ ദൈവത്തിന് അകലാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് പിശാചിൻ്റെ കണി. നമ്മുടെ മനോധൈര്യവും നമ്മുടെ ആത്മധൈര്യവും നശിപ്പിച്ച് കളയുന്ന പിശാചിൻ്റെ കെണികളെക്കുറിച്ച് നല്ലൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹായുടെ ഒരു നിലപാടും നല്ലൊരു നിലപാടാണ്. ഫിലിപ്പി ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: സഹോദരരെ, സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവൻ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധി വന്നാലും തടസ്സം വന്നാലും ഞെരുക്കം വന്നാലും അത് വ്യക്തിപരമായ ജീവിതത്തിൽ വന്നാലും തിരുസഭാ ജീവിതത്തിൽ വന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതും സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി മാറുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ നിലപാട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു. സഭയിൽ ഈ അടുത്ത കാലത്ത് ഓരോരോ പ്രതികൂലങ്ങളെ കാണുമ്പോൾ, ഉണ്ടായ സംഭവവാസം കാണുമ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നതും ചിലർ ചിന്തിക്കുന്നതും ചിലർ ധരിച്ചു വെക്കുന്നതാണ്: കർത്താവ് സഭയെ ഉപേക്ഷിച്ചു, പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചു, എന്തോ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സഭയെ അങ്ങോട്ട് കർത്താവ് കൈവിട്ട് കളഞ്ഞു. അങ്ങനെയൊക്കെ ചിന്തിക്കുകയും അങ്ങനെയൊക്കെ പല തെറ്റിദ്ധാരണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് ചുറ്റിനും കാണാൻ സാധിക്കും. പക്ഷേ ഒരു പ്രതികൂലമോ ഒരു തടസ്സമോ ഒരു പ്രതിസന്ധിയമോ എല്ലാത്തിൻ്റെയും അന്ത്യമല്ല. അത് ഉപരി കൃപയുടെ ആരംഭമാണ്. അത് ഉപരി അഭിഷേകത്തിൻ്റെ ആരംഭമാണ്. അത് ദൈവം കൂടെ നിന്ന് ബലപ്പെടുത്തുന്നതിൻ്റെ ആരംഭമാണ്. ദൈവം കൂടെ നിന്ന് ബലപ്പെടുത്തുന്ന മണിക്കൂറുകളാണ്, ദിവസങ്ങളാണ്, സമയങ്ങളാണത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന ഈശോയോട് ഒരു കാര്യം ചോദിച്ചു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ കുമ്പസാരക്കാരനായ അച്ഛൻ, ആ അച്ഛൻ ദൈവത്തിന് 100% പ്രിയപ്പെട്ട അച്ഛനാണ്. ദൈവത്തിൻ്റെ സ്വരം മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛനാണ്. ആ അച്ഛൻ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി ദൈവം പ്രേരണ കൊടുക്കും, വെളിപ്പെടുത്തൽ കൊടുക്കും. ആ അച്ഛൻ 100% ദൈവത്തിൽ ആശ്രയിച്ച് ആ കാര്യങ്ങൾ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ അതിനെ എതിർക്കുന്ന ആളുകളെ കൊണ്ടുവരും, അതിന് ശത്രുക്കളെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഇത് കണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഭയങ്കര സങ്കടമായി. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പുകളിൽ 86-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്റ്റീന ഈശോയോട് ചോദിക്കുകയാണ്: ഈശോയെ, അങ്ങ് തന്നെ നേരിട്ട് നിർദ്ദേശം കൊടുക്കുന്നു, അങ്ങയുടെ സ്വരം ശ്രവിച്ച് എൻ്റെ കുമ്പസാരക്കാരനായ അച്ഛൻ ഓരോരോ അങ്ങയുടെ ദൗത്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നു. എന്നാൽ അങ്ങ് തന്നെ അപ്പുറത്ത് നിന്ന് അതിന് എതിരായിട്ടുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഇതെന്തുകൊണ്ടാണ് ഈശോയെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഫൗസ്റ്റീന ഈശോയോട് ചോദിച്ചു. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞ കാര്യം 86-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ദൈവം നിർവഹിക്കുന്ന ഈ ദൗത്യത്തിനായി എത്രമാത്രം അദ്ദേഹം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം ഭയപ്പെട്ടു പോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു: ഈശോയെ, ഇത് അങ്ങയുടെ കാര്യമാണല്ലോ, എന്തുകൊണ്ടാണ് അങ്ങ് അച്ഛനോട് ഇപ്രകാരം പെരുമാറുന്നത്? അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ കൽപ്പിക്കുമ്പോൾ തന്നെ അങ്ങ് തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈശോ മറുപടി കൊടുക്കുകയാണ്: എഴുതുക, രാവും പകലും എൻ്റെ കണ്ണുകൾ അവനിൽ ഉറപ്പിച്ചിരിക്കുന്നു. അവൻ്റെ യോഗ്യത കൂട്ടാനാണ് ഈ പ്രതികൂലങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. നല്ല ഫലങ്ങൾക്കല്ല, മറിച്ച് എന്നെ പ്രതിയുള്ള ക്ഷമയ്ക്കും കഠിനാധ്വാനത്തിനുമാണ് ഞാൻ പ്രതിഫലം നൽകുന്നത്.
അവൻ്റെ യോഗ്യത കൂട്ടാൻ വേണ്ടിയാണ് ഈ പ്രതികൂലങ്ങൾ ഞാൻ അനുവദിച്ചിരിക്കുന്നത്. സഭയുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ, സഭയുടെ കൃപ വർദ്ധിപ്പിക്കാൻ, സഭയുടെ ശുശ്രൂഷ അഭിഷേകപൂർണ്ണമാകാൻ, സഭ ഒരുപാട് കൃപയ്ക്ക് മേൽ കൃപ, അഭിഷേകത്തിന് അഭിഷേകം, സഭയുടെ യോഗ്യതയ്ക്ക് മേൽ യോഗ്യത നേടുന്നതിന് വേണ്ടി, സ്വർഗത്തിൽ തിളക്കം വർദ്ധിക്കുന്നതിന് വേണ്ടി കർത്താവ് ഭൂമിയിൽ പ്രതികൂലങ്ങൾ അനുവദിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ സഭയോട് ചേർന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ അമ്മ, കർത്താവിൻ്റെ സഭ, നമ്മുടെ അമ്മ, ഈ അമ്മയുടെ ഈ ഓരോ സാഹചര്യങ്ങളിൽ കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിക്കാൻ നെഹമ്യ പ്രയറിൽ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ വലിയ പ്രാശ്ചിത്തങ്ങളോടും പരിഹാരങ്ങളോടും അമ്മയോടൊപ്പം ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാ യുവതിവാക്കന്മാരുടെ മേലും, എല്ലാ കുട്ടികളുടെ മേലും, കുടുംബങ്ങളുടെ മേലും, സന്യാസിനികളുടെ മേലും, വൈദികരുടെ മേലും, തിരുസഭ അധികാരികളുടെ മേലും കൃപയ്ക്ക് മേൽ കൃപ വർഷിക്കണമേ. അതിനായി പ്രാശ്ചിത്തങ്ങളും ത്യാഗങ്ങളും കാഴ്ചവെക്കുന്ന വലിയ നെഹമ്യ പ്രയറിലൂടെ നാം കടന്നു പോവുകയാണ്. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകമെമ്പാടും ലക്ഷോപലക്ഷം കുടുംബങ്ങളിലും ആയിരക്കണക്കിന് കോൺവെൻറ്റുകളിലും ദേവാലയങ്ങളിലും വൈദികരും സിസ്റ്റേഴ്സും തിരുസഭാധികാരികളും കുടുംബങ്ങളും യുവതിവാക്കന്മാരും കുട്ടികളും കർത്താവിൻ്റെ സഭയ്ക്ക് ഊർജം പകരാൻ പ്രാശ്ചിത്തങ്ങളും പരിഹാരങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും നോമ്പും ഉപവാസങ്ങളുമായി ഈ നെഹമ്യ പ്രയറിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം സമർപ്പിക്കുകയാണ്. ദൈവമേ, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലിരുന്ന് അർപ്പിക്കുന്ന പരിത്യാഗ പ്രവർത്തികളെല്ലാം ഈശോയുടെ പീഡാസഹനങ്ങളോടും കുരിശുമരണത്തോടും ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളോട് ചേർത്ത് പിതാവെ തിരുസന്നിധിയിൽ കാഴ്ചവെക്കുന്നു. പിതാവെ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഒരു പുതിയ അഭിഷേകം ലോകത്തിലേക്ക് അവിടുന്ന് ഇപ്പോൾ വർഷിക്കണമേ, കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ. അനേക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൗഖ്യങ്ങൾ ഇപ്പോൾ വർഷിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന കർത്താവേ, ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസി സമൂഹങ്ങളെ ആശീർവദിക്കുന്ന കർത്താവേ, എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ആശീർവദിക്കുന്ന കർത്താവേ, എല്ലാ കുട്ടികളുടെയും വേദനകൾ വിഷമങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, യുവതി യുവാക്കന്മാരുടെ പ്രാർത്ഥനകളെ ഏറ്റെടുക്കണമേ കർത്താവേ. ഇപ്പോൾ ലോകത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ, നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്തുതിയും പുകഴ്ചയും. ഈ കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.